ഇത് പ്രത്യക്ഷത്തിൽ കാണത്തില്ല, പ്രത്യക്ഷത്തിൽ ആരിലും കാണാത്തൊരു സ്പിരിറ്റാണ്. ഇതെപ്പോഴാ പുറത്തു വരുന്നതെന്നറിയോ? നിങ്ങളുടെ ക്രൂഷ്യൽ പോയിന്റുകളിൽ, ശുശ്രൂഷയിൽ അടുത്തൊരു അപ്ഗ്രഡേഷൻ നിനക്ക് തുറക്കുമ്പോൾ ഈ സ്പിരിറ്റ് വെളിപ്പെടും, നിന്നെ ഭയപ്പെടുത്തും. യാക്കോബ് എന്തിനാണ് ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയത്? എന്തിനാ? സഹോദരങ്ങളെ പേടിച്ചിട്ട്. സഹോദരങ്ങളെ പേടിച്ചിട്ട്, സഹോദരനെ പേടിച്ചിട്ട്. എന്തിനാ സഹോദരനെ പേടിച്ചേ? അവൻ കൊല്ലുവെന്നൊരു ഭീഷണി വന്നു. നിന്നെ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് തുടച്ചു കളയുമെന്നൊരു ഭീഷണി വന്നു. ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹം മേടിച്ചതിൻ്റെ തൊട്ടു പുറകെയാണ് ഈ ഭീഷണി എഴുന്നേൽക്കുന്നത്. ജ്യേഷ്ഠാവകാശം മേടിച്ചപ്പോൾ ഈ ഭീഷണി പൊങ്ങി വന്നില്ല. എൻ്റെ കൂടെ വരുന്നുണ്ടോ? അവൻ്റെ ബർത്ത് റൈറ്റ് മേടിച്ചപ്പം ഈ ഭീഷണി പുറത്തു വന്നില്ല. പക്ഷെ ഇവൻ അനുഗ്രഹം മേടിച്ചെന്നുറപ്പായപ്പം ഈ സ്പിരിറ്റ് പുറത്തു വരിക. നിങ്ങൾ വിചാരിച്ചാൽ ലാബാന്റെ കഴിവ് കൊണ്ടും യാക്കോബിന്റെ തൻ്റെ ഇടം കൊണ്ടും യാക്കോബിന്റെ തടി കൊണ്ടുമാണ് ലാബാന്റെ സ്വത്ത് വർദ്ധിച്ചൊന്നും അല്ല. അപ്പന്റെ അനുഗ്രഹം തലേ കിടക്കുക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ലാബാൻ പറഞ്ഞു, നീ ഇവിടെ നിന്നോളാൻ. അപ്പൊ ഈ പോകുന്നത് വരെയും യാക്കോബ് പേടിത്തൊണ്ടനാണ്, കൗശലക്കാരനാണ്. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഈ സ്പിരിറ്റിനെ തിരിച്ചറിയാത്ത പക്ഷം വരെയും യാക്കോബ് ഒരു ഫൈറ്റിന് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു യുദ്ധത്തിൽ ദൈവദൂതനെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവൻ സഹോദരനെ പേടിച്ചോടേണ്ട കാര്യമുണ്ടോ? ദൈവത്തോട് നേരിട്ട് മല്ലി ചെയ്ത യാക്കോബിന് സഹോദരനെ പേടിച്ചോടേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ വ്യക്തമാക്കാം. ഉയരങ്ങളിൽ വസിക്കുന്ന ഒരു സ്പിരിറ്റിനോട് യുദ്ധം ചെയ്തവന് ഭൂമിയിൽ കാണുന്ന ഈ സ്പിരിറ്റിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ യാക്കോബ് പേടിച്ചോടിയത് ഏശാവിനെ പേടിച്ച, ഒരു മനുഷ്യനെ പേടിച്ച. പക്ഷെ തിരിച്ചു വരുന്ന യാക്കോബ് ഈ സ്പിരിറ്റിൽ ഇതിനെ സെൻസ് ചെയ്തിട്ട് ദൈവം പറഞ്ഞു, ആ സ്പിരിറ്റിനെ സെൻസ് ചെയ്തപ്പം യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഇനി നീ യാക്കോബല്ല, ഇനി നീ ഇസ്രായേലാണ്. മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റുകളെ നീ തിരിച്ചറിയുന്ന അതേ നിമിഷം നിന്റെ ഐഡന്റിറ്റി മാറും. ഇന്നലെ വരെ നീ ആയിരുന്നത് പോലെ ആ സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞാൽ നീ ആയിരിക്കുകയില്ല.